എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ 5 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റണ ഒരു മഞ്ഞളിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് സാധാരണ മഞ്ഞളൊക്കെ ഒരു 8 മാസം കഴിയണം നമുക്ക് വിളവെടുക്കണമെങ്കിൽ ഈ മഞ്ഞളിന് ഒരു 5 മാസം മതി. നമ്മ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല വണ്ണമൊക്കെ വെക്കണ നല്ല മഞ്ഞളാണ്. കണ്ട, അതാണ് ഈ മഞ്ഞള്. കണ്ട, നമുക്ക് നല്ല ഗ്രോത്ത് ഒക്കെ ഉള്ള നല്ല മഞ്ഞളാണ്. കണ്ട, അപ്പൊ നമുക്ക് ഈ മഞ്ഞള് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് 5 മാസം കൊണ്ട് വിളവെടുക്കാം. കണ്ട നല്ല കളറൊക്കെ ഉള്ള നല്ല മഞ്ഞളാണ്. അപ്പൊ ഈ മഞ്ഞളുടെ പേരാണ് പ്രകൃതി എന്നാണ് ഈ മഞ്ഞളുടെ പേര്. അപ്പൊ നമുക്ക് നട്ടാല് നമുക്ക് എളുപ്പത്തിൽ വിളവെടുക്കാമല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്കിപ്പോ മഞ്ഞളൊക്കെ നടണ ഒരു സമയമാണ്. നമുക്ക് മഞ്ഞള് ഈ ടൈമില് നമുക്ക് മഞ്ഞൾ നട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നനക്കേണ്ടി ഒന്നും വന്നില്ല. മഴനെ ആശ്രയിച്ച് തന്നെ കൃഷി ചെയ്യുന്നതാണുള്ള ഈ മഞ്ഞളൊക്കെ. വലിയൊരു പരിചരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലേക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഈ മഞ്ഞളൊക്കെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. എല്ലാവരും ഈ മഞ്ഞളൊക്കെ മേടിച്ച് നടണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ മഞ്ഞൾ ഞാനിപ്പോ ഗ്രോ ബാഗിലാണ് നടാൻ പോകുന്നത്, HDP ഗ്രോ ബാഗില്. അപ്പൊ HDP ഗ്രോ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ട, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഞ്ഞളും ഒക്കെ നട്ടിരുന്ന ബാഗ് തന്നെയാണ്. അത് നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാം. അതാണ് ഈ ബാഗിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ബാഗില് നമുക്ക് അടിയിൽ നന്നായിട്ട് നമുക്ക് കരിയില നിറച്ചു കൊടുക്കാം. കരിയില നമ്മളിവിടെ പിന്നെ കരിയിലൊക്കെ നമ്മ ഇതേപോലെ ചാക്കുകളിലൊക്കെ ആക്കി വെച്ചേക്കും. അപ്പൊ നമ്മ ഇതേപോലെ നടാനൊക്കെ ആയിട്ട് നമ്മ എടുക്കും. അപ്പൊ ഇതേപോലെ കുറെയൊക്കെ പൊടിഞ്ഞും കിട്ടും. അത് തനിയായിരുന്നു പൊടിഞ്ഞ് വളമായി മാറിക്കോളും. നമുക്ക് കരിയില നമുക്ക് പരമാവധി നമുക്ക് ബാഗിന്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വളവും മണ്ണ് കുമ്മായം ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണ മണ്ണാണ് ഇത്. ഈ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മ എപ്പോഴും പോട്ടി മിക്സ് എപ്പോഴും നമ്മ തയ്യാറാക്കി വെക്കണം കൃഷി ചെയ്യണവര്. കാരണം നമ്മ കുമ്മായൊക്കെ ഇട്ട് 2 ആഴ്ചയൊക്കെ കഴിയണമല്ല നമുക്ക് നടണമെങ്കിൽ. പിന്നെ വളങ്ങളൊക്കെ ഇട്ട പടി തന്നെ നമ്മ ചെടി നടുമ്പോഴായാലും മഞ്ഞൾ നടുമ്പോഴായാലും പെട്ടെന്ന് അഴുകി പോകും ചില വളങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എപ്പോഴും ഇതേപോലെ മിക്സ് ചെയ്ത് ചാക്കിലൊക്കെ ആക്കി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിട്ട് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെടി കിട്ടി കഴിഞ്ഞാലും നമുക്ക് അപ്പൊ തന്നെ അതെടുത്ത് നടാൻ പറ്റും. നമുക്കിത് നിറച്ചു കൊടുക്കാം. ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് വളമായി മാറിക്കോളും കേട്ടോ. അപ്പൊ അത് പൊടിയണ അനുസരിച്ച് നമ്മ മഞ്ഞൾ വളരുമല്ല, ചെടി വളരുമ്പോ കുറച്ചും കൂടെ വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു വിളയിട്ട മഞ്ഞള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യാതൊരു പരിചരണവും വേണ്ട. നമുക്ക് നടണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കാണ് ഗ്രോ ബാഗിലൊക്കെ നടണത്. ഒരു 5 ഗ്രോ ബാഗിലൊക്കെ നട്ടതിനകത്ത് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും. അപ്പൊ നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നടാനുള്ള നമ്മുടെ പ്രകൃതി മഞ്ഞളിനെ പറ്റിയാണ്. കണ്ട, അപ്പൊ പ്രകൃതി മഞ്ഞൾ കണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നല്ല വലിപ്പമുള്ള മഞ്ഞളാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് 5 മാസം കൊണ്ട് വിളവെടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ വിളവെടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കിതിപ്പോ ഒരു പീസൊക്കെ നമുക്ക് നട്ടുകൊടുത്താൽ മതി. ഇപ്പൊ ഈ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ പീസ് നട്ടുകൊടുത്താൽ മതി. ഇതിന് തന്നെ നമുക്ക് ഈ ബാഗ് നിറച്ച് മഞ്ഞൾ കിട്ടും. പിന്നെ ഉൽപാദന ശേഷി കൂടിയ മഞ്ഞളും കൂടിയാണ് പ്രകൃതി മഞ്ഞള്. ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാകും. അപ്പൊ പ്രകൃതി മഞ്ഞള് നമുക്ക് എല്ലാവരും കിട്ടുമെങ്കിൽ എല്ലാവരും മേടിച്ച് നടണം. നമുക്ക് മഞ്ഞൾ നമുക്ക് നട്ടുകൊടുക്കാം. അപ്പൊ ഇത് ചാണകത്തിലൊക്കെ മുക്കി വെച്ചേക്കണ മഞ്ഞളാണ് ഇട്ടാ. കണ്ട, ചാണക പാലിലൊക്കെ മുക്കി വെച്ചേക്കണേണ്. അപ്പൊ നമുക്ക് നട്ടുകൊടുക്കാം. നമുക്ക് കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഈ മഞ്ഞൾ നടണേന്റെ കുഴിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടിയൊക്കെ ഇട്ട മണ്ണാണ്, എന്നാലും കുറച്ച് ചാണകം. അപ്പൊ ചാണകപ്പൊടി കണ്ട, നിങ്ങൾ ചാണകപ്പൊടി കണ്ടില്ലേ? നമ്മ എപ്പോഴും ഇല്ലേ ചാണകം, ഈ ചാണകം എന്ന് വെച്ചാല് നമ്മ പച്ച ചാണകം ചാക്കിൽ കെട്ടി വെച്ചതാണ്. ഇത് വെയിലും കൊണ്ടിട്ടില്ല, ഒന്നും കൊണ്ടിട്ടില്ല, ഇരുന്ന് വെള്ളം വറ്റിയ ചാണകമാണ്. ഇതാണ് നമുക്ക് കൃഷിക്ക് പറ്റിയ ഏറ്റവും നല്ല ചാണകം. അപ്പൊ നമ്മ ഈ ഉണങ്ങി പാറ പോലെ ഇരിക്കുന്ന ചാണകമാണ് നല്ലതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കണം. പക്ഷെ അങ്ങനത്തെ ചാണകം അല്ല കേട്ടോ, ഇതേപോലെ ഇരിക്കണ ചാണകം. അപ്പൊ ഇതാണ് ഏറ്റവും ഗുണം കൂടിയ ചാണകം.
അപ്പൊ ഈ ചാണകം കിട്ടുകയാണെങ്കിൽ ഈ ചാണകം എല്ലാവരും ഇങ്ങനത്തെ ചാണകം ഉപയോഗിക്കാൻ പാടുള്ളൂ കൃഷിക്ക്. മറ്റേ നമ്മ വെറുതെ ഇടാന്ന് മാത്രമേ ഉള്ളൂ. വെയിലത്ത് ഉണക്കണ ചാണകം അതിലൊരു ഗുണവും ഇല്ല, നമുക്ക് വെറുതെ ബാഗിൽ നിറക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിത് നട്ടുകൊടുക്കാം. ഇതേപോലെ നട്ടുകൊടുക്ക, എന്നിട്ട് നമുക്കൊന്ന് പൊതിയിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് മഴയൊക്കെ ഇപ്പൊ ഇടക്കിടക്ക് മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അധികം ഒന്നും നനക്കേണ്ടി ഒന്നും വരൂല. അപ്പൊ വല്ല മഴ ഇല്ലെങ്കിൽ മാത്രം ഒരു ആഴ്ച 2 ദിവസം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നനച്ചു കൊടുക്കാം. എന്ത് ചെടി നട്ടാലും നമ്മ നനച്ചു കൊടുക്കണമല്ല. നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. ഇനിയിപ്പോ നമ്മ മഴ ഉണ്ടെങ്കിൽ ഇത് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മുളച്ച് വന്നോളും തനിയെ. മുളച്ച് വരുമ്പോ നമുക്ക് കുറച്ചും വളവും മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചവറ് നമ്മ അടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ കരിയിലേക്ക്, അപ്പൊ ആ കരിയിലേക്ക് പൊടിഞ്ഞഴിയുമ്പോ മണ്ണ് ഒന്നും കൂടി ഇങ്ങോട്ട് ഇരിക്കും. അപ്പൊ നമ്മ ഒന്നും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വേറെ യാതൊരു പ്രത്യേകിച്ച് പരിചരണങ്ങൾ വേണ്ട. പിന്നെ മഞ്ഞളിന് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ ഇല വരുമ്പോ അതിന് പുഴുക്കേട് ഇങ്ങനെ വരാറുണ്ട്, ഇലകളൊക്കെ പുഴുതിരുന്നത്. നമ്മ മഞ്ഞൾ മുളച്ച് വരുമ്പോ തന്നെ വേപ്പെണ്ണയും നമ്മ 5 ml വേപ്പെണ്ണയും പിന്നെ ഒരു ഷാമ്പും കൂടി അല്ലെങ്കിൽ പാത്രം കണ്ട ഡിഷ് വാഷോ എന്തെങ്കിലും 1 ml ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ പിന്നെ മഞ്ഞളിന്റെ ഇലകൾക്കൊന്നും യാതൊരു പുഴുക്കേടൊന്നും ഉണ്ടാവൂല. നമ്മ വന്നു കഴിഞ്ഞിട്ടല്ല, വന്നേക്ക് മുമ്പ് നമ്മ മുളച്ച ഇല വന്ന ശേഷം അങ്ങോട്ട് ചെയ്തേക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. മഞ്ഞള് നമുക്ക് ഇലയൊക്കെ തണ്ടൊക്കെ ഉണങ്ങി പോയി കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് 5 മാസം എത്തുമ്പോ തന്നെ നമുക്ക് വിളവെടുക്കാലോ. അപ്പൊ എല്ലാവരും പ്രകൃതി മഞ്ഞളൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.